സാർ നമസ്കാരം. നമസ്കാരം. 2026 തെരഞ്ഞെടുപ്പിന് മുൻപ് UDFന്റെ ഏറ്റവും വലിയ ശത്രു BJPയോ അല്ലെങ്കിൽ CPMോ ആയിരുന്നില്ല. അത് വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP സമുദായത്തിന്റെ ജനറൽ സെക്രട്ടറി തന്നെയായിരുന്നു. പറഞ്ഞു വരുന്നത്, ഇന്നിപ്പോ ബഹുമാന്യനായ മുഖ്യമന്ത്രി VD സതീശൻ ശിവഗിരി മഠം സന്ദർശിക്കുന്നു. അദ്ദേഹം അല്പം മുൻപാണ് ശിവഗിരി മഠത്തിലെത്തിയത്. ശിവഗിരി മഠത്തിലെത്തിയ അദ്ദേഹം അവിടെയുള്ള സ്വാമിമാരെയും ആശ്രമ നിവാസികളെയും എല്ലാം സന്ദർശിച്ചു. തികച്ചും സൗഹൃദപരമായ സന്ദർശനം തന്നെ. രാഷ്ട്രീയ പ്രാധാന്യം അതിനൊട്ടുമേ ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ഒരുപക്ഷെ ആദ്യം പോയത് ലത്തീൻ സമുദായ അംഗങ്ങളെ കാണാൻ വേണ്ടിയായിരുന്നു. ലത്തീൻ സമുദായത്തിന്റെ പൗരോഹിത്യം വഹിക്കുന്ന ആളുകളെ കാണാൻ വേണ്ടിയാണ് പോയത്. അത് ഫിഷറീസ് കോർപ്പറേഷനുമായി വകുപ്പ് വീതം വയ്ക്കുന്നതിലുള്ള ചില തർക്കങ്ങളെ തുടർന്നാണ് മുഖ്യമന്ത്രി അന്ന് അവരെ പോയി കണ്ടത്. മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് ആവുന്നതിന് മുമ്പ് തന്നെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ രാഷ്ട്രീയക്കാർ ഒരിക്കലും സാമുദായിക ആചാര്യന്മാരുടെ തിണ്ണനിരങ്ങാൻ പാടില്ല. ഈ തിണ്ണനിരങ്ങൽ എന്ന പരിപാടിയും വോട്ട് ചോദിക്കാൻ പോക്കും രണ്ടും രണ്ടാണ്. വഴിവിട്ട ഏതെങ്കിലും കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടി സാമുദായിക ആചാര്യന്മാരുടെ തിണ്ണനിരങ്ങി അവിടെ പാടുകിടന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തകർ അതിന് പോകരുത്, നേതാക്കന്മാർ അതിന് പോകരുത് എന്നാണ് VD സതീശൻ പറഞ്ഞത്. എന്നാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ജനാധിപത്യ പ്രക്രിയയിൽ സാമുദായിക ആചാര്യന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വോട്ട് നേടുന്നതിൽ അവരെ സമീപിക്കുന്നതിലോ അവരുമായി സൗഹൃദം പുലർത്തുന്നതിലോ തെറ്റില്ല എന്നാണ് VD സതീശൻ പറഞ്ഞത്. എന്നാൽ VD സതീശന്റെ ആ പ്രസ്താവനയെ വളരെ വളച്ചൊടിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും കൈക്കൊണ്ടിരുന്നത്. മാത്രമല്ല, CPMന് വേണ്ടി പരസ്യമായി പ്രചരണം നടത്തുന്ന ഒരു വേല തന്നെയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും ചെയ്തിരുന്നത്. പിണറായി വിജയൻ 3ാം വട്ടം അധികാരത്തിൽ വരും, അത് തന്നെയാണ് തന്റെ താല്പര്യം എന്ന് പോലും അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല, VD സതീശനെ ഒരവസരത്തിൽ ബഫൂൺ എന്ന് പോലും അദ്ദേഹം ചിത്രീകരിക്കുകയുണ്ടായി. ഒരവസരത്തിൽ വെള്ളാപ്പള്ളി നടേശനും VD സതീശനും തമ്മിലുള്ള ആ വാഗ്പോരുകൾ മറനീക്കി പുറത്തു വരികയുണ്ടായി. ആ സന്ദർഭങ്ങളിൽ മാധ്യമങ്ങൾ VD സതീശനെ കണ്ടപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു. വെള്ളാപ്പള്ളി നടേശനുമായി അങ്ങേക്ക് ഏതെങ്കിലും തരത്തിൽ ശത്രുതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലുമില്ല, അദ്ദേഹം പ്രായമായ ഒരാളാണ്, അദ്ദേഹം പറയുന്നതിനോട് എനിക്ക് ആ തരത്തിൽ മറുപടി പറയാൻ വയ്യ, അത് ആ വഴിക്ക് വിട്ടേക്കൂ എന്നാണ് പറഞ്ഞത്. എന്നാൽ SNDP സമുദായം വെള്ളാപ്പള്ളി നടേശനെതിരെ, അല്ലെങ്കിൽ സമുദായ ആചാര്യൻ വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി VD സതീശനെതിരെ നിൽക്കുമ്പോഴും ശിവഗിരി മഠത്തിന്റെ മഠാധിപരുമായി അല്ലെങ്കിൽ ശിവഗിരി മഠവുമായി VD സതീശൻ വളരെ സൗഹാർദ്ദപൂർവമായ ഒരു അന്തരീക്ഷം പുലർത്തുന്നു എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. VD സതീശനെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചതിന് ശേഷം അന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിലെത്തി ശിവഗിരി മഠത്തിലെ സച്ചിദാനന്ദ സ്വാമികൾ ഉൾപ്പെടെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാറിയ സാഹചര്യത്തിൽ എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? പ്രദീപിന്റെ അപഗ്രഥനെന്നോ വ്യാഖ്യാനെന്നോ അതിനൊക്കെ കൂടുതൽ നിരീക്ഷണങ്ങൾ 100% യോജിക്കാൻ പറ്റുന്നതാണ്. ഇതിനു മുമ്പ് ശിവഗിരി മഠത്തിലെ പരിപാടികളിൽ പങ്കെടുക്കുന്ന ചില നേതാക്കന്മാർ അവിടെ വെച്ച് നടത്തുന്ന പ്രസംഗങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഒത്തിരി കൂടുതലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശിവഗിരി മഠവും വെള്ളാപ്പള്ളി നടേശനായിട്ടുള്ള ബന്ധം എന്താണെന്നറിയാം, ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ മറിച്ച് മുൻപൊരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് ശ്രീമാൻ AK ആന്റണി ശിവഗിരി മഠത്തിൽ ഇതുപോലൊരു സന്ദർഭത്തിൽ ഒരു ആഘോഷവേളയിൽ പറഞ്ഞു, ഭൂരിപക്ഷം കേരളത്തിൽ അവഗണിക്കപ്പെടുന്നു, അവർക്ക് കിട്ടേണ്ട പല അവകാശങ്ങളും ന്യൂനപക്ഷവും കവർന്നെടുക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു പ്രസംഗം നടക്കുകയും അതിൻ്റെ പേരിൽ ന്യൂനപക്ഷ സമുദായത്തിനിടയ്ക്ക് കോളിളക്കം ഉണ്ടാവുകയും ചെയ്തു. ന്യൂനപക്ഷ സമുദായത്തിനിടയ്ക്ക് കോളിളക്കം ഉണ്ടാകുന്നെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അല്ല ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഒരുപക്ഷെ നമ്മൾ എത്ര സമ്മതിച്ചില്ലെങ്കിലും മുസ്ലിം ക്രിസ്ത്യൻ ഭൂരിപക്ഷം കൊടുക്കുന്ന സ്ട്രോങ് അടിത്തറയിലാണ് UDF നിൽക്കുന്നത്. കുറച്ച് സവർണ വിഭാഗത്തിൽപ്പെട്ടവരും കുറച്ച് തീരെ അവർണ വിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ടാവും. അപ്പോൾ ആ സമയത്താണ് AK ആന്റണി ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത്. പക്ഷെ അതിന് രാഷ്ട്രീയ കേരളം അതിനൊരു അക്സെപ്റ്റൻസ് കൊടുക്കുകയും ചെയ്തു. ആന്റണി ഇങ്ങനെ പറഞ്ഞത് തെറ്റായില്ല, ശരിയായിരുന്നു എന്നുള്ളത്. പക്ഷേ നമ്മൾ കണ്ട ഒരു മഹാ അത്ഭുതം, ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആന്റണിക്ക് ആ സ്ഥാനം രാജിവെച്ച് മാറി നിൽക്കാൻ പുറത്തു പോകേണ്ടി വന്നു. അതെന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അവരാരും ചെയ്തതല്ല. വിമോചന സമരകാലം പോലത്തെ UDFനെ വളർത്തിയെടുത്തിരിക്കുന്ന അടിത്തറ ആൻറ്റി കമ്മ്യൂണിസ്റ്റ് അടിത്തറയാണ്. ആൻറ്റി കമ്മ്യൂണിസ്റ്റ് അടിത്തറ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സപ്പോർട്ട് ബേസ്
അതിൻ്റെ തറ കെട്ടിയിരിക്കുന്നത് ഈഴവ സമുദായം, ഹരിജൻ സമുദായത്തെ അവർ അവഗണിച്ചു. ഈഴവ സമുദായമായിട്ട് അവഗണിച്ചിട്ടുണ്ട്. അതിൻ്റെ സമ്പന്നരെ മാത്രം നോക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ പോലും ഈഴവ സമൂഹത്തെ കൂടെ നിർത്താൻ ആർക്ക് സാധിച്ചു? CPM സാധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചു. അപ്പോൾ CPM സാധിച്ചു എന്നുള്ളത് കൊണ്ട് അപ്പം പിണറായി വിജയനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചെത്തുകാരൻ്റെ മകൻ എന്നുള്ള രീതിയിൽ പറഞ്ഞ ആ വികാരം ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നുണ്ട്, വാസ്തവം നോക്കുന്നുണ്ട്. ഇവർ SNDP യോടും അതിൻ്റെ ചില നേതാക്കളെ സഹായിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റുമാനൂർ കോൺസ്റ്റിറ്റ്യൂൻസി ഉദാഹരണമായിട്ടെടുക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിന് SNDP പറ്റി പറയുമ്പോൾ, അല്ലെ വെള്ളാപ്പള്ളി നടേശനെ പറ്റി പറയുമ്പോൾ ഏറ്റുമാനൂർ വലിയ ഉദാഹരണമാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ ഏറ്റവും വിശ്വസ്തനായ മന്ത്രി, അത് നമ്പർ 2 ആയിരുന്നു കേരള ക്യാബിനറ്റിൽ. പിണറായി വിജയൻ കഴിഞ്ഞാൽ അടുത്ത നമ്പർ 2 ആയിരുന്നു VN വാസവൻ ഏറ്റുമാനൂരിൽ നിന്ന് മത്സരിച്ച് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്തവണ കോൺഗ്രസ് നാട്ടകം സുരേഷ് എന്നുള്ള ആളെ സ്ഥാനാർത്ഥിയായിട്ട് നടത്തി. അദ്ദേഹം SNDP യുടേനായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ആളാണ്, വെള്ളാപ്പള്ളി നടേശനായിട്ട് ബന്ധമുള്ള ആളാണ്. ഇവിടെ SNDP യോഗം ന്യൂട്രലാവുകയും ഈഴവ പശ്ചാത്തലമുള്ള വോട്ടുകൾ മുഴുവൻ സുരേഷ് മേടിക്കുകയും ചെയ്തു. വാസവൻ ദയനീയമായിട്ട് തോറ്റു. അപ്പം വെള്ളാപ്പള്ളി എന്തുകൊണ്ട് വെറുപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, സാധാരണ ഇതിൽ വെള്ളാപ്പള്ളിക്ക് ഈഴവ വോട്ടുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല, പറ്റുകയില്ല. പക്ഷെ മറിച്ച് ഇടതുപക്ഷത്ത് കിട്ടുന്ന വോട്ടുകളിൽ ഭൂരിഭാഗവും ഈഴവ വോട്ടുകളാണ്. അതുകൊണ്ട് വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തിയാലും കൂടെ നിർത്തിയില്ലെങ്കിൽ വോട്ട് കിട്ടും. പക്ഷെ ആ ബോധ്യം ആർക്കില്ല. ആ ബോധ്യം വെള്ളാപ്പള്ളിയാണ് ഇവരുടെ നേതാവെന്ന്, ഇവരെ കൂടെ നിർത്തിയാലേ വോട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് നവോത്ഥാന കമ്മിറ്റിയുടെ ചെയർമാനായിട്ടും അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ കൂടെ കാറെ കയറി പോകാനൊക്കെ വെള്ളാപ്പള്ളി കൂട്ടിക്കൊണ്ട് നടക്കുകയാണ്. എൻ്റെ ആളാണ് ഇത് കാണിക്കാൻ വേണ്ടി. അല്ലെ വെള്ളാപ്പള്ളി പറയും എൻ്റെ ആളാണ് പിണറായി എന്ന് പറയും. പിണറായി ഒരു ചിത്രകാരനാണ്, വെള്ളാപ്പള്ളി ഓർമ്മിപ്പിക്കും. അപ്പം ആ വോട്ടുകൾ ഒന്നുകൂടെ കൺസോളിഡേറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ കാര്യമായി കിട്ടുന്നില്ല. ഇനി ഇപ്പോൾ വെള്ളാപ്പള്ളി എന്താ പറഞ്ഞിരിക്കുന്നില്ല, ഓരോ സ്റ്റേജിലും വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ സതീശനെ അപഹസിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ രമേശ് ചെന്നിത്തലയെ പറ്റി പറഞ്ഞിട്ടില്ല. രമേശ് ചെന്നിത്തലയെ പറ്റി അത്രയും തീവ്രമായ ഒരു വിമർശനം വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? രമേശ് ചെന്നിത്തല സപ്പോർട്ട് ചെയ്തിട്ട് പറയുക കൂടിയാണ് ഈ വെള്ളാപ്പള്ളി ചെയ്തിട്ടില്ല. ആലപ്പുഴയിൽ നിന്നുള്ളൊരു മുഖ്യമന്ത്രി വരണം എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ അവസാന നിമിഷത്തിൽ രമേശിന്റെ കാര്യം പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ 3.0 ആവർത്തിച്ച് ഭരണത്തിൽ വരും എന്ന് നാഴികയ്ക്ക് 40 തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞപ്പോ അത് മാറി. പിന്നീട് മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള വിവാദങ്ങളൊക്കെ വന്നപ്പോൾ ഒരു കാര്യമില്ലെങ്കിലും മാധ്യമങ്ങൾ കണ്ടപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അങ്ങോട്ട് കയറി സംസാരിക്കുകയാണ് ചെയ്തത്. ആലപ്പുഴയിൽ നിന്നുള്ളൊരു മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോഴും VD സതീശന് കഴിയുന്നത്ര ഭാരം വയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം ഈ മുഖ്യമന്ത്രിയെ പോലുള്ള സ്ഥാനമാനങ്ങൾ നിശ്ചയിക്കപ്പെടുമ്പോൾ പ്രബലമായിട്ടുള്ള സമുദായത്തിന്റെ ആചാര്യന്മാർ എന്ത് പറയുന്നു, അവർക്ക് ഹിതകരമായിട്ടുള്ള ആളാണോ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടതെന്നൊക്കെയുള്ള ചില പരിശോധനകളും പരിഗണനകളും ഒക്കെ വരുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വെള്ളാപ്പള്ളി നടേശൻ ആരെയാണ് താല്പര്യം കാണിക്കുന്നത്, എന്നാൽ അവർക്ക് ജനകീയത ഉണ്ടെങ്കിൽ അവരെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അവരെ പരിഗണിക്കാമെന്ന് ഹൈക്കമാൻഡിന്റെ ഭാഗത്തൊരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ വെറുതെ ഒന്ന് പൊട്ടക്കണ്ണ മാവേലിയുടെ പോലെ എറിഞ്ഞു നോക്കിയാണ്. പക്ഷെ അത് ഏറ്റില്ല. മാത്രമല്ല വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള ആ ഒരു SNDP സമുദായ ആചാര്യൻ ഇങ്ങനെ സമൂഹത്തിൽ നാഴികയ്ക്ക് 40 വട്ടം VD സതീശനെതിരെ നടത്തിയ പ്രസ്താവനകളെല്ലാം VD സതീശനും UDF-നും അത് ഗുണകരമായി മാറി എന്നുള്ളതാണ് 2026 തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായത്. സാറ് സൂചിപ്പിച്ചതുപോലെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാലും ഇല്ലെങ്കിലും ഈഴവ സമുദായത്തിന്റെ N ബ്ലോക്ക് വോട്ടുകൾ എപ്പോഴും ഈ ഇടതുപക്ഷത്തിന് തന്നെയായിരുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ സ്വാധീനം കൊണ്ട് അത് 4 വോട്ട് കൂടുകയോ 10 വോട്ട് കുറയുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എന്തായാലും 2026 തെരഞ്ഞെടുപ്പിന് നമുക്ക് കാണാൻ സാധിച്ചില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈഴവ സമുദായത്തിന് പ്രബലമായ സ്വാധീനമുള്ള പറവൂരിൽ, വടക്കൻ പറവൂരിൽ VD സതീശൻ തോക്കേണ്ടതായിരുന്നല്ലോ. അതെ, അതൊന്നും ഒരിക്കലും ഉണ്ടായില്ല. അപ്പോ ഈ ചില ആളുകൾ ചില സമയത്ത് മിഥ്യാധാരണയോട് കൂടി ചില ആളുകൾ കൊണ്ടു നടക്കുന്നു. അത് പിണറായി വിജയനെ പറ്റി ഏറ്റവും വലിയ അബദ്ധം തന്നെയാണ് എന്നുള്ളത് ഇപ്പോൾ സംസ്ഥാന സമിതിയിലും പേരെടുത്ത് തന്നെ പറഞ്ഞുകൊണ്ട് അവര് വിലയിരുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ പരാജയ കാരണങ്ങൾ വിലയിരുത്തുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോ ഈ വെള്ളാപ്പള്ളി നടേശനുമായി VD സതീശൻ നേർക്കുനേർ കൊമ്പ് കോർത്തു നിൽക്കുന്ന സാഹചര്യത്തിലും ശിവഗിരി മഠവുമായി അദ്ദേഹം വളരെ സൗഹാർദ്ദപൂർവ്വമായ അന്തരീക്ഷത്തിൽ പോകുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് തന്നെ, മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ കാന്റോൺമെന്റ് ഹൗസിലെ ഈ സ്വാമിമാർ പോയി കാണുന്നു. SNDP സമുദായത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ സമുദായമായി ചേർന്ന് നിൽക്കുന്ന ചില ആളുകളെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്ന തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ VD സതീശന് മുമ്പിൽ വയ്ക്കുന്നു. അങ്ങനെ VD സതീശനുമായി വളരെ സൗഹൃദപരമായ രീതിയിൽ ഒരു അന്തരീക്ഷം പുലർത്തി ശിവഗിരി കടം മുന്നോട്ട് പോകുമ്പോൾ
വെള്ളാപ്പള്ളി നടേശനാവട്ടെ സതീശന് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇപ്പോ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം ഈ കേസുകളുടെ കാര്യത്തിൽ അദ്ദേഹം കൈകാലിട്ടടിക്കുന്ന കാഴ്ചയാണ് കഴിയുന്നത്. ഈ ജൂൺ 15-ാം തീയതി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം തന്നെയാണ്. അദ്ദേഹം ഏതാണ്ട് 250ഓളം കേസുകളിൽ പ്രതിയായിരിക്കുന്ന മൈക്രോ ഫിനാൻസ് 2 ദിവസം കഴിഞ്ഞ് മറ്റേ വരിക പിണറായി വിജയന്റെ കേസും വരികയാണ് 17. അതെ തീർച്ചയായും. അപ്പൊ ഈ 15-ാം തീയതിക്കകം ഈ മൈക്രോ ഫിനാൻസ് കേസ് അന്വേഷിച്ച അന്തിമ റിപ്പോർട്ട് കോടതിയിൽ നൽകിയിരിക്കണമെന്ന കോടതിയുടെ അന്ത്യശാസനമാണ് കോടതി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ മാറിയ സാഹചര്യത്തിൽ തീർച്ചയായും വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശനോട് ശത്രുതാ മനോഭാവം ഒന്നും കാണിച്ചില്ല എങ്കിൽ പോലും ഈ കേസുകളിൽ നിയമപരമായ രീതിയിൽ ഒരു അന്വേഷണം നടക്കും, വഴിവിട്ട ഏതെങ്കിലും സഹായങ്ങൾ വെള്ളാപ്പള്ളി നടേശന് കിട്ടും എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ഒരു പ്രതീക്ഷ എന്തായാലും വി ഡി സതീശന്റെ ഭാഗത്തു നിന്ന് വെള്ളാപ്പള്ളി നടേശനും കാണിക്കുന്നില്ല. ഇവിടെ ശിവഗിരി മഠവുമായി ഈ വി ഡി സതീശൻ അടുക്കും തോറും അത് വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP ആചാര്യൻ അല്ലെങ്കിൽ SNDPയുടെ ജനറൽ സെക്രട്ടറി വി ഡി സതീശനുമായി ഈ രമ്യതയിൽ നിൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കഷ്ടനഷ്ടങ്ങളായി മാറുന്നില്ല എന്നുകൂടി വ്യാഖ്യാനിക്കാൻ പറ്റും. തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിൽ കളികൾ നടക്കും എന്ന് വിചാരിക്കാമായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ, അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണ പാരമ്യത്തിൽ നിൽക്കുമ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ വി ഡി സതീശനെതിരെ കൊമ്പ് ഓർക്കുന്നതും ഈ സാമുദായിക ആചാര്യന്മാരുടെ വോട്ട് കിട്ടി ജയിച്ചില്ലെങ്കിൽ ജയിക്കണ്ട എന്ന് കൃത്യമായി തന്നെ വി ഡി സതീശൻ പറയുകയും ചെയ്തോട് വെള്ളാപ്പള്ളിക്ക് അത് വലിയ മാനഹാനിയായി. അവിടെയാണ് വി ഡി സതീശൻ നല്ല ഭൂരിപക്ഷത്തോടു കൂടി പഴയതുപോലെ ജയിച്ചു വരികയും മുഖ്യമന്ത്രിയാവുകയും ചെയ്തപ്പോൾ അത് വെള്ളാപ്പള്ളി നടേശന് കിട്ടിയ ഒരു ഇരുട്ടടി തന്നെയാണ്. ആ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ വി ഡി സതീശൻ ശിവഗിരി മഠം സന്ദർശിച്ചിരിക്കുന്നത്. എന്തായാലും വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹം കാണാൻ പോകുമെന്ന് നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വെള്ളാപ്പള്ളി നടേശനുമായി അല്ലെങ്കിൽ ഏതെങ്കിലും സാമുദായിക ആചാര്യന്മാരുമായി പ്രത്യേകിച്ച് ഭിന്നതയൊന്നുമില്ല. ഇനി ആർക്കെങ്കിലും എന്നോട് അങ്ങനെ ഒരു നീരസം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട കസേരയിൽ ഇരിക്കുന്ന ആളെന്ന രീതിയിൽ ഞാൻ തയ്യാറാണ്. ഞാൻ തീർച്ചയായും വെള്ളാപ്പള്ളി നടേശനെ പോയി കാണും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പരസ്യമായി പറഞ്ഞു, മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു. അതായത് എനിക്ക് അദ്ദേഹത്തോട് ശത്രുത മനോഭാവമൊന്നും ഇല്ല എന്ന് വി ഡി സതീശൻ പറയുകയും ചെയ്തു. ഇതൊക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇപ്പൊ ശിവഗിരി മഠ സന്ദർശനത്തിന് വലിയ പ്രാധാന്യവും പ്രസക്തിയുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും പിണറായി ഭക്തനായി തന്നെ മുന്നോട്ട് പോകുന്നു. ഈ പിണറായി ഭക്തി കൊണ്ട് ഇനി വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ സാമൂഹ്യപരമായി ഏതെങ്കിലും തരത്തിലുള്ള നേട്ടം ഉണ്ടാവുമെന്ന് വിചാരിക്കാൻ പറ്റില്ല. കാരണം മൈക്രോ ഫിനാൻസ് അടക്കമുള്ള കേസുകൾ വട്ടമിട്ട് പറക്കുന്നു. അതിന്റെ അന്തിമ റിപ്പോർട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഏത് തരത്തിലായിരിക്കും വി ഡി സതീശനെ പോലുള്ള ഒരാളെ പിണക്കി കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടാകുന്ന രാഷ്ട്രീയ സാമൂഹ്യ പ്രത്യാഘാതം എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. എന്തായാലും നിയമത്തിന്റെ വഴിക്ക് പോകും. അതിലൊന്നും മുഖ്യമന്ത്രി എന്ന രീതിയിലോ രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിലോ വി ഡി സതീശൻ ഇടപെടാൻ സാധ്യതയില്ല. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധി തീർക്കും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്.